ശക്തരായ നാം, റോമാലേഖനം 15:1 നമ്മൾ കാണുന്നു. ആരാണ് ശക്തർ? 14 അധ്യായം 17 വാക്യത്തിൽ ദൈവരാജ്യം ഭക്ഷണവും പാനീയവുമല്ല, നീതിയും സമാധാനവും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷവും അത്ര അതിൽ ക്രിസ്തുവിനെ സേവിക്കുന്നവർ. ക്രിസ്തുവിനെ സേവിക്കുന്നവനാണ് ശക്തൻ. എങ്ങനെയാണ് ഒരുവൻ ക്രിസ്തുവിനെ സേവിക്കുന്നത്? നീതിയിലും സമാധാനത്തിലും പരിശുദ്ധാത്മാവിലുള്ള സന്തോഷത്തിലുമാണ് ഒരുവൻ ക്രിസ്തുവിനെ സേവിക്കുന്നത്. നീതി എന്നുള്ളത് ദൈവവുമായിട്ടുള്ള ശരിയായിട്ടുള്ള ബന്ധം. സമാധാനം എന്നുള്ളത് ദൈവത്തോടുള്ള സമാധാനം, മനുഷ്യരോടുള്ള സമാധാനം. സന്തോഷം എന്നുള്ളത് പരിശുദ്ധാത്മാവ് നമുക്ക് നൽകിത്തരുന്ന പരിശുദ്ധാത്മാവിനാൽ ഉള്ള സന്തോഷം. അങ്ങനെയാണ് ഒരുവൻ ക്രിസ്തുവിനെ സേവിക്കുന്നത്. അവൻ ശക്തനാണ്. ക്രിസ്തുവിനെ സേവിക്കുന്നവൻ ദൈവത്തെ പ്രസാദിപ്പിക്കുന്നവനായിരിക്കണം. മനുഷ്യന് കൊള്ളാകുന്നവനായി അവൻ ജീവിക്കണം. സമാധാനത്തിനും ആത്മീയ വർധനവിനും വേണ്ടത് അന്യോന്യം ശ്രമിക്കുന്നവനും ആയിരിക്കണം. അതുമാത്രമല്ല, മറ്റുള്ളവരുമായിട്ടുള്ള ബന്ധത്തിൽ അവൻ വിശ്വാസത്തിൽ പക്വതയുള്ളവനായിരിക്കണം. ആർക്കും ഇടർച്ച വരുത്താതെ വിശ്വാസ ജീവിതം പക്വതപരമായി നയിക്കേണ്ടവനാണ് ക്രിസ്തുവിനെ സേവിക്കുന്നത്. അങ്ങനെ ക്രിസ്തുവിനെ സേവിക്കുന്നവനാണ് ശക്തനെന്ന് തിരുവചനം നമ്മെ പഠിപ്പിക്കുന്നു.